ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായമാണ്. ഈ അധ്യായവും ഒരു ശീർഷകത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത്. ശീർഷകം ഗിബെയക്കാരുടെ മ്ലേച്ഛത എന്നാണ്. ഈ അധ്യായത്തിൽ ആകെ 30 വാക്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഈ വാക്യം ശ്രദ്ധാപൂർവം പഠിക്കാം. ന്യായാധിപന്മാർ 19:1. ഇസ്രായേലി രാജവാഴ്ച ഇല്ലാതിരുന്ന ആ കാലത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. അപ്പോൾ ഇസ്രായേലിൽ ഇല്ലാതിരുന്ന കാലത്താണ് യുവലേവ്യൻ വന്നത്. രാജവാഴ്ച ഇല്ലാതിരുന്ന കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ലേവ്യൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉപനാരിയെ സ്വീകരിച്ചത്? ഏത് നാട്ടുകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു? ബത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രായേൽ രാജവാഴ്ച ഇല്ലാതെ ആ കാലത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ. എവിടെ താമസിച്ചിരുന്ന? എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദയായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. 19:1. ഇസ്രായേലി രാജവാഴ്ച ഇല്ലാതിരുന്ന ആ കാലത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു. 19:2. അവൾ അവനോട് പിണങ്ങി യൂദായിലെ ബത്ലഹേമിലുള്ള എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം 4 മാസം താമസിച്ചു. അപ്പോൾ എന്നാ ചെയ്തു? ആ ലേവ്യനോട് അവൾ പിണങ്ങി. ആരാ പിണങ്ങിയത്? ബത്ലഹേംകാരിയായ ഉപനാരി ലേവ്യനോട് പിണങ്ങി. എന്നിട്ട് എങ്ങോട്ടാണ് പോയത്? ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി എത്ര നാൾ താമസിച്ചു? ഏകദേശം 4 മാസം താമസിച്ചു. അവനോട് പിണങ്ങിയിട്ട് യൂദയായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയിട്ട് അവിടെ ഏകദേശം 4 മാസം താമസിച്ചു. 19:2. അവൾ അവനോട് പിണങ്ങി യൂദയായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം 4 മാസം താമസിച്ചു. 19:3. അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പം അവളുടെ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് പോവുകയാണ്. അപ്പോൾ കൂടെ ആരാ ഉണ്ടായിരുന്നത്? ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. പിന്നെ അവൻ കൊണ്ടുപോയത് എന്താ? 2 കഴുതകളെ അവൻ കൊണ്ടുപോയി. ഒരു വേലക്കാരനുണ്ടായിരുന്നു. 2 കഴുതകളെ അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. എവിടെ എത്തിയത്? അവളുടെ പിതാവിൻ്റെ, അല്ലെങ്കിൽ ബത്ലഹേംകാരിയായ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. അവളുടെ പിതാവ് എങ്ങനെ അവനെ സ്വീകരിച്ച്? സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ 19:3 പറയുകയാണ്, അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു. കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു. 2 കഴുതകളെയും അവൻ കൊണ്ടുപോയി. അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി. യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. 19:4. അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. 3 ദിവസം അവൻ അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ താമസിക്കാൻ ആരാ നിർബന്ധിച്ച? അമ്മായിയപ്പൻ. അവനെ നിർബന്ധിക്കുക. അവൻ എത്ര ദിവസം താമസിച്ചു? 3 ദിവസം അവൻ അവിടെ താമസിച്ചു. 19:4. അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. 3 ദിവസം അവൻ അവിടെ താമസിച്ചു. 19:5. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. അപ്പോൾ 4-ാം ദിവസം അവൻ എന്ത് ചെയ്തു? അവൻ യാത്രയ്ക്കൊരുങ്ങി. എപ്പോഴാ? പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയാണ്. അപ്പോൾ ആരാ അവനോട് പറഞ്ഞത് ആഹാരം കഴിച്ച് ക്ഷീണം മറ്റു പോകാൻ? യുവതിയുടെ പിതാവ് അവനോട് പറയുകയാണ്, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാമെന്ന്. 19:5. 4-ാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു. അവൻ യാത്രയ്ക്കൊരുങ്ങി. എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു, അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം. 19:6. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അപ്പോൾ അവർ 2 എന്ത് ചെയ്തു എന്നാൽ യുവതിയുടെ പിതാവും ഈ ലേവ്യനും കൂടെ എന്ത് ചെയ്തു? അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. എങ്ങനെ? ഒരുമിച്ചിരുന്ന് 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. അപ്പോൾ യുവതിയുടെ പിതാവ് എന്താ പറഞ്ഞത്? രാത്രി ഇവിടെ കഴിക്കാൻ പറഞ്ഞു. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ട്? നിന്റെ ഹൃദയം സന്തുഷ്ടമാകാൻ വേണ്ടിയിട്ട്. രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. 19:6. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിക്കുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. അപ്പം അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും ആരുടെ നിർബന്ധം കൊണ്ട് അവിടെ താമസിച്ചത്? അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട്. അമ്മായിയപ്പൻ ആരെയാണ് നിർബന്ധിച്ചത്?
നമ്മളെല്ലാം കണ്ടു. നമ്മൾ ഒരു യുവലേവന് ബദ്ലേഹംകാരി ഉപനാരിയെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവനെയാണ് അമ്മായിപ്പൻ വീണ്ടും നിർബന്ധിക്കുന്നത് അവിടെ തന്നെ താമസിക്കാൻ. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിപ്പൻ്റെ നിർബന്ധം കൊണ്ടാണ് അവൻ വീണ്ടും അവിടെ താമസിക്കുന്നത്. അവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 18:7 അവൾ പോകാൻ എഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു. 19:8 5-ാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോൾ യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ എത്രാം ദിവസമാണ് വീണ്ടും അതിരാവിലെ അവൻ പോകാൻ തയ്യാറായത്? 5-ാം ദിവസമാണ് അവൻ പോകാൻ തയ്യാറായത്. അപ്പോൾ 5-ാം ദിവസം എപ്പോഴാണ് പോകാൻ തയ്യാറായത്? അതിരാവിലെ. 5-ാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറാവുകയാണ്. അപ്പോഴാരാ പറഞ്ഞത് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നവരെ താമസിക്കാൻ പറഞ്ഞത് ആരാണ്? യുവതിയുടെ പിതാവാണ് പറഞ്ഞത്. യുവതിയുടെ പിതാവ് എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ആരൊക്കെ? യുവതിയുടെ പിതാവ് യുവലേവനും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. 19:8 5-ാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി. അപ്പോൾ യുവതിയുടെ പിതാവ് പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നത് വരെ താമസിക്കുക. അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. 19:9 ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി. അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക. നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആരൊക്കെയാണ് പോകാൻ തയ്യാറായത്? ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും. ആരൊക്കെയാണ്? ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനുമാണ് പോകാൻ തയ്യാറായത്. അതിൽ ആരാ പറഞ്ഞത്? ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് പോകാൻ ആരാ പറഞ്ഞത്? അവൻ്റെ യുവലേവ്യൻ്റെ അമ്മായിയപ്പനാണ് പറഞ്ഞത്. അപ്പം ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കാനാണ് പറഞ്ഞത്. ആ അമ്മായിപ്പൻ്റെ വീട്ടിൽ താമസിക്കാനാണ് പറഞ്ഞത്. ഇവിടെ താമസിച്ച് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കാൻ പറയുകയാണ്. അപ്പം പിന്നെ എപ്പോൾ പോകാമെന്നാണ് പറയുന്നത്? നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാണ് അമ്മായിയപ്പൻ പറയുന്നത്. അപ്പോൾ 19:9 ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി. അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, ഇതാ നേരം വൈകി, രാത്രി ഇവിടെ താമസിക്കുക, ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക, നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം. 19:10 എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും കൂടിയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത്രയും ദിവസം താമസിച്ചു, പക്ഷെ അന്ന് അവന് അവിടെ പാർക്കാൻ തയ്യാറായില്ല. ആ രാത്രി തന്നെ അവൻ പോവുകയാണ്. അപ്പോൾ അവർ അവിടുന്ന് പുറപ്പെട്ട് എവിടെ ചെന്നത്? ജബൂസിന് അല്ലെങ്കിൽ ജെറുസലേമിന് എതിർഭാഗത്തെത്തി. എവിടെ? ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ജബൂസിന് അല്ലെങ്കിൽ ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ആരൊക്കെ ഉണ്ടായിരുന്നു? ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളുമാണ്. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നത്? ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളുമാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഒന്നുകൂടെ വായിക്കാം. 19:10 എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ പുറപ്പെട്ട ജെറുസലേമിന് എതിർഭാഗത്തെത്തി. ഉപനാരിയും ജീനിയിട്ട 2 കഴുതകളും കൂടെയുണ്ടായിരുന്നു. 19:11 അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. അപ്പോൾ എവിടെ എത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയത്? അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നേരം വളരെ വൈകിയത്. ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? നേരം വളരെ വൈകിയിരുന്നു. അപ്പോൾ ആരോടാണ് പറഞ്ഞത്? നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം എന്ന് ആരോടാണ് പറഞ്ഞത്? ഭൃത്യൻ യജമാനനോടാണ് പറഞ്ഞത്. ഭൃത്യൻ യജമാനോട് എവിടെ വസിക്കാമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെ രാത്രി ചിലവഴിക്കാമെന്നാണ് പറഞ്ഞത്? ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം 19:11 അവർ ജബൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചിലവഴിക്കാം. 19:12 അവൻ്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബെയായിലേക്ക് പോകാം. അപ്പോൾ യജമാനൻ പറഞ്ഞത് എന്താ? ഇസ്രായേലിലല്ലാത്ത അന്യനഗരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ചെയ്യരുത്, അവിടെ നമുക്ക് എവിടെ പോകാമെന്നാണ് പറഞ്ഞത്? ഗിബെയായിലേക്ക് പോകാം. അപ്പം ഗിബെയയിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു? അത് ജബൂസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പട്ടണം അല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ ഗിബെയയിലേക്ക് പോയത്. 19:12 അവൻ്റെ യജമാനൻ പറഞ്ഞു, ഇസ്രായേലിയുടേതല്ലാത്ത അന്യനഗരത്തിൽ നാം പ്രവേശിക്കരുത്, നമുക്ക് ഗിബെയായിലേക്ക് പോകാം. 19:13 അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം, ഗിബെയായിലോ റാമായിലോ രാത്രി കഴിക്കാം. അപ്പോൾ അവൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങൾ ഒന്നിലേക്ക് പോകാം. അത് ഏതൊക്കെ സ്ഥലം? ഗിബെയായോ റാമായോ? ഗിബെയായിലോ റാമായിലോ രാത്രി കഴിക്കാം. എവിടെയൊക്കെയാണ്? ഗിബെയായിലോ റാമായിലോ രാത്രി കഴിക്കാമെന്ന് അവൻ തുടരുകയാണ്, യജമാനൻ തുടരുകയാണ്. 19:13 അവൻ തുടർന്നു, നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം, ഗിബെയായിലോ റാമായിലോ രാത്രി കഴിക്കാം.
19-14 അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ അവർ യാത്ര തുടരുകയാണ്. ഗിബയ ആരുടെ പട്ടണമാണ്? ഏത് ഗോത്രക്കാരുടെ പട്ടണമാണ്? ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമാണ് ഗിബയ. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണം ഏതാ? ഗിബയ. ഗിബയയിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ 19-14 അവർ യാത്ര തുടർന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. 19-15 അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അപ്പോൾ അവർ ഗിബയായിൽ എവിടെ രാത്രി ചെലവഴിക്കാൻ ചെന്നത്? ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നെങ്കിൽ അവർ ഇരുന്നത് എവിടെയാണ്? തുറസായ സ്ഥലത്താണ് അവർ ഇരുന്നത്. അതിന് കാരണം എന്തായിരുന്നു? ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. എവിടെയാ? ഗിബയായിൽ ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. അവർ അതുകൊണ്ട് എന്ത് ചെയ്തു? ഗിബയായിൽ അവർ നഗരത്തിൽ ഒരു തുറസായ സ്ഥലത്ത് ഇരിക്കുകയാണ്. 19-15 അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു. അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു, കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല. 19-16 അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വൃദ്ധൻ എവിടെ നിന്ന് വരുവാ? വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്നത് ആരാണ്? ഒരു വൃദ്ധൻ. അവൻ ഏത് നാട്ടുകാരനായിരുന്നു? എഫ്രൈം നാട്ടുകാരനായിരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനായിരുന്നു. എവിടെ വന്ന് താമസിച്ച ആളാണ്? ഗിബയായിൽ വന്ന് താമസിക്കുന്നവനായിരുന്നു. ആര്? ആ ഒരു വൃദ്ധൻ, എഫ്രൈം മലനാട്ടുകാരനായ ആ വൃദ്ധൻ. പിന്നെ ആ സ്ഥലവാസികൾ ആരായിരുന്നു? അവർ ഏത് ഗോത്രക്കാരായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു ആ സ്ഥലവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ 19-16 അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു. സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു. 19-17 അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? അപ്പോൾ ആ വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വന്ന സമയത്ത് കണ്ണുയർത്തി നോക്കിയപ്പോൾ ആരെയെ കണ്ടത്? ഒരു പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. ഈ വഴിയാത്രക്കാരൻ്റെ വൃദ്ധൻ എന്തൊക്കെയാണ് ചോദിച്ചത്? ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? നീ എവിടെ പോകുന്നു? രണ്ടാമത്തെ ചോദിച്ചത് എവിടെ നിന്ന് വരുന്നു? അപ്പോൾ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? 19-17 അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അവൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? എവിടെ നിന്ന് വരുന്നു? 19-18 അവൻ പറഞ്ഞു, യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. അന്നേരം അവൻ പറയുകയാണ്, എന്താ, ഞങ്ങൾ എവിടെ നിന്ന് യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക്. അപ്പോൾ എവിടെ നിന്ന് വരുന്നു? യൂദായിലെ ബെത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഏത് ദേശക്കാരനാണ് ഞാൻ? എഫ്രൈം മലനാട്ടിലെ എഫ്രൈം മലനാട്ടുകാരനാണ് ഞാൻ. എവിടേക്ക് പോയതാണ്? ഞാൻ യൂദായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ആരും അഭയം തരുന്നില്ല. ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയാണ്, പക്ഷെ അവന് ആരും അഭയം കൊടുക്കുന്നില്ല എന്നവൻ പറയുകയാണ് വൃദ്ധനോട്. അപ്പോൾ 19-18 അവൻ പറഞ്ഞു, യൂദായിൽ ബെത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ. ഞാൻ ആ ദേശക്കാരനാണ്. ഞാൻ യൂദായിലെ ബെത്ലഹേമിൽ പോയതാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. ആരും എനിക്ക് അഭയം തരുന്നില്ല. 19-19 കഴുതയ്ക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ കൈവശമുള്ളത്? കഴുതയ്ക്ക് വേണ്ട പുല്ലും വൈക്കോലും, പിന്നെ ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരന് വേണ്ട അപ്പവും വീഞ്ഞും എല്ലാം കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. അപ്പോൾ ഒന്നിനും കുറവില്ല. പിന്നെ ആരും അഭയം തരുന്നില്ലെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവരുടെ കൈകളിലുണ്ട്. അപ്പോൾ ന്യായാധിപന്മാർ 19-19 കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരന് വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. 19-20 വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്. അപ്പം വൃദ്ധൻ എന്താ പറയുന്നത്? സമാധാനമായിരിക്കാൻ പറഞ്ഞു ആദ്യം. പിന്നെ എന്ത് പറഞ്ഞു? വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷേ എന്ത് ചെയ്യരുത്? പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് എന്ന് വൃദ്ധൻ പറയുകയാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. സമാധാനമായിരിക്കാൻ പറയുന്നു, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു, ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ 19-20 വൃദ്ധൻ പറഞ്ഞു, സമാധാനമായിരിക്കുക, വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം, ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത്.
19-21 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അപ്പോൾ ആരവരെ കൊണ്ടുപോയത്? വൃദ്ധനാണ് അവരെ കൊണ്ടുപോയത്. ആദ്യം ചെയ്തത് എന്താ? കഴുതകൾക്ക് തീറ്റി കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? അവർ കാല് കഴുകി ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. 19-21 വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. 19-22 അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. അപ്പോൾ അവരങ്ങനെ എങ്ങനെ ഇരിക്കുമ്പോഴാണ്? അവർ സന്തുഷ്ട ചിത്രമായിരിക്കുമ്പോൾ ആരാ വീട് വളഞ്ഞത്? നഗരത്തിലെ ചില ആഭാസന്മാർ. വീട് വളയുക മാത്രമല്ല, വാതിൽ ഇടിക്കുകയും ചെയ്തു. എന്നിട്ട് വീട്ടുടമസ്ഥനായ വൃദ്ധനോട് എന്താ പറഞ്ഞത്? നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങൾ അവനുമായി രമിക്കട്ടെ എന്ന് പറയുക. ആരാ പറഞ്ഞത്? ആ നഗരത്തിൽ ചില ആഭാസന്മാർ പറയുകയാണ്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്ത് കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. 19-22 അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിൽ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിൽ ഇടിച്ചു. വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്ത് കൊണ്ടുവരിക, ഞങ്ങൾ അവനുമായി രമിക്കട്ടെ. 19-23 വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ വീട്ടുടമസ്ഥൻ പുറത്തു വന്ന് എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. അവരോട് പറഞ്ഞത് എന്ത് ചെയ്യരുതെന്നാണ്? നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. കാരണം എന്താ? ആ മനുഷ്യന് വീട്ടുടമസ്ഥൻ്റെ അതിഥിയാണ്. അതുകൊണ്ട് ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എന്ന് വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറയുകയാണ്. ആ ആഭാസന്മാരോട് പറയുകയാണ്. 19-23 വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ ഈ തിന്മ ചെയ്യരുത്. ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ. ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. 19-24 എൻ്റെ കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികഷ്ടത കാണിക്കരുത്. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നത്? എൻ്റെ കന്യകയായ ഒരു പുത്രിയുണ്ട്, പിന്നെ ഉപനാരിയുണ്ട്. അപ്പോൾ വൃദ്ധൻ പറയുകയാണ്, അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, പക്ഷേ ഈ മനുഷ്യനൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ്. ഈ കന്യകയായ പുത്രിയോടും അല്ലെങ്കിൽ ഉപനാരിയോടും എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ മനുഷ്യനോടൊന്നും ചെയ്യരുത് എന്ന് ആ വൃദ്ധൻ പറയുകയാണ്. അതുപോലെ പുരുഷന്മാർക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകളോട് എന്തുമാകാം എന്ന് ചിന്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ആ വൃദ്ധനും പറയുകയാണ്, എനിക്ക് കന്യകയായ ഒരു പുത്രിയുണ്ട്, സ്വന്തം മകളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതിഥികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ എൻ്റെ കന്യകയായ ഒരു പുത്രിയുണ്ട്, മനുഷ്യ ഉപനാരിയുണ്ട്, അവരെ വിട്ടുതരാം, പക്ഷേ ഈ മനുഷ്യനോട് നിങ്ങൾ നികൃഷ്ടത കാണിക്കരുത് എന്ന് ആ വൃദ്ധൻ പറയുകയാണ്. അപ്പം 19-24 എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടംപോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക. എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത്. 19-25 എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല. ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മനഭംഗപ്പെടുത്തി. പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. അപ്പോൾ ആ ആഭാസന്മാർ ആരുടെ വാക്ക് കേൾക്കാത്തത്? വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല. എന്നിട്ട് ആ ലേവ്യൻ എന്ത് ചെയ്തു? തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഉപനാരിയെ വിട്ടുകൊടുത്തത് ആരാണ്? ആ ലേവ്യന് ഉപനാരിയെ വിട്ടുകൊടുത്തു. അപ്പോൾ അവളെ എന്നാ ചെയ്തത്? അവരെ മാനഭംഗപ്പെടുത്തി. എപ്പോൾ വരെ? പ്രഭാതം വരെ എന്ത് ചെയ്തു? അവളുമായി രമിച്ചു. എപ്പോഴാണ് അവളെ വിട്ടയച്ചത്? പ്രഭാതമായപ്പോഴേക്കുമാണ് അവർ അവളെ വിട്ടയച്ചത്. അപ്പോൾ 19-25 എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല. ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ അവളെ മാനഭംഗപ്പെടുത്തി. പ്രഭാതം വരെ അവളുമായി രമിച്ചു. പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു. 19-26 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു. ആ സ്ത്രീ വന്ന് എവിടെ തളർന്നു വീണത്? തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ. എപ്പോൾ വരെ കിടന്നു? വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു. 19-26 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു. സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ എന്ത് ചെയ്തു? തളർന്നു വീണു. വെളിച്ചം പരക്കുന്നവരെ അവളവിടെ എന്ത് ചെയ്തു? അവിടെ കിടന്നു. ഇപ്പോൾ 19-26 ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു. വെളിച്ചം പരക്കുന്നത് വരെ അവൾ അവിടെ കിടന്നു. 19-27 അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിൽപ്പടിമേ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു.
അപ്പം അവൻ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യാനാണ് പുറത്തേക്ക് ഇറങ്ങിയത്? വാതിൽ തുറന്ന് യാത്ര തുടരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ കണ്ടത്? ഉപനാരി കൈകൾ കട്ടിളപ്പടിമേ വെച്ച് വാതിൽ കിടക്കുന്നത് കണ്ടു. അവൾ എങ്ങനെയാണ് കിടന്നത്? കൈകൾ കട്ടിളപ്പടിമേ വെച്ചാണ് കിടന്നത്. എവിടെ? വാതിക്കൽ. ആരാ അങ്ങനെ കിടന്നത്? ഉപനാരി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേ വെച്ച് വാതിൽ കിടക്കുന്നത് കണ്ടു. 19:27 അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേ വെച്ച് വാതിക്കൽ കിടക്കുന്നത് കണ്ടു. 19:28 അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പക്ഷെ ഒരു മറുപടി ഉണ്ടായില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൻ അവളോട് എന്താ പറഞ്ഞത്? എഴുന്നേൽക്കും, നമുക്ക് പോകാം. ആരോടാ പറഞ്ഞത്? ആ ലേവ്യന് ഉപനാരിയോട് പറഞ്ഞു, എഴുന്നേൽക്കും, നമുക്ക് പോകാം. പക്ഷേ എന്ത് സംഭവിച്ചു? പക്ഷെ ഒരു മറുപടി ഉണ്ടായില്ല. അപ്പോൾ ആ ലേവ്യൻ എന്താ ചെയ്തത്? അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. എവിടേക്കാണ് പോയത്? സ്വന്തം വീട്ടിലേക്ക്. എങ്ങനെ? അവളെ എടുത്ത് എവിടെയാണ് വെച്ചത്? കഴുതപ്പുറത്ത് വേണം വെച്ചത്. 19:28 അവൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്കും, നമുക്ക് പോകാം. പക്ഷെ ഒരു മറുപടി ഉണ്ടായില്ല. അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. 19:29 വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ചെതിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു. അപ്പം അവന് വീട്ടിലെത്തിയ ഉടനെ എന്താ ചെയ്തത്? ഒരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ചെതിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. ഉപനാരിയെ എത്ര കഷ്ണങ്ങളാക്കിയത്? 12 കഷ്ണങ്ങളാക്കി. എന്ത് ചെയ്തു? ഇസ്രായേലിൽ എല്ലായിടത്തും കൊടുത്തിട്ടു. എപ്പോഴാണ്? വീട്ടിലെത്തിയ ഉടനെ. എന്ത് ചെയ്തു? അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ചെതിച്ച് 12 ഗോത്രങ്ങളാണുള്ളത്. അവിടെ 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു. അതിൻ്റെ ബാക്കി അടുത്ത വാക്യത്തിലാണ് പറയുന്നത്. അപ്പോൾ 19:29 വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ചെതിച്ച് 12 കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു. അത് കണ്ടവരെല്ലാം പറഞ്ഞു. 19:30 ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ. അപ്പം നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ പറഞ്ഞു, അത് കണ്ടവരെല്ലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഏതിനു ശേഷമാണ്? ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്ന ശേഷം. എന്ത് സംഭവിച്ചിട്ടില്ല? ഇന്ന് വരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവിടെ അത് കണ്ടവരെല്ലാം പറയുകയാണ്. അതിന് അവരെന്താ പറയുന്നത്? ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുക. ഇതിനെപ്പറ്റി ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് പറയുകയാണ്. 19:30 ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുകയും. ഇനി മറ്റു കാര്യം 19:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്ക് സമമായ വാക്യമാണ് ഉൽപ്പത്തി 19 അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം എന്ന് പറയുന്നത്. പിന്നെ 19:29 സമമായ വാക്യമാണ് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം. വീണ്ടും 19:30 സമമായ വാക്യമാണ് ഹോസിയ 10:9. ഇത്രയുമാണ് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി വായിച്ച് ഹൃദിസ്ഥമാക്കാൻ 30 വാക്യങ്ങളാണ് ഉള്ളത്. ഒരു ശീർഷകത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത്, ഗിബെയക്കാരുടെ മ്ലേച്ഛത. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വായിച്ച് ഹൃദിസ്ഥമാക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.